ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, 60ാമത്തെ പിറന്നാളാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട് വരെ പോവാണ്. അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഉണ്ടാവും, പിന്നെ അവിടെ നാത്തൂനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അവിടെ പോവുകയാണ് കേട്ടോ. അപ്പം അമ്മച്ചിക്ക് ഇതേപ്പറ്റിയൊന്നും ഒരു ഐഡിയയും ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ വരുമെന്നൊന്നും അമ്മച്ചിക്ക് അറിയില്ല. ഇനി വീട്ടിലെന്തെങ്കിലും ഒരുക്കങ്ങളെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ഒരുക്കങ്ങളൊന്നുമില്ല, ചെറിയൊരു സർപ്രൈസ് അത്രമാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ചെല്ലുന്നു, ഒരു കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ചെരുപ്പിട് ചെരുപ്പിട് ചെരുപ്പിട്. അപ്പൊ നമ്മുടെ വാഹനത്തിലേക്ക് BMW കളി നടക്കണോണ്ട്, ക്രിക്കറ്റ് കളി നടക്കണോണ്ട് ആഗ്രഹം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകാനിറങ്ങിയപ്പോൾ നമുക്ക് ഗേറ്റ് ഇടാം. ഗേറ്റ് അടിച്ചേക്കാണ്. ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് ചേട്ടൻ കടയിൽ കയറി, കാണാനില്ല, അവിടെ ഉണ്ട്. ചേട്ടൻ കടയിൽ കയറി ഇപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് അപ്പം നമ്മൾ ചൂടൻ കപ്പലണ്ടി വാങ്ങിക്കാൻ വേണ്ടി ബീച്ചിലാണ്. ഗേറ്റ് തുറക്കാൻ പോണ ട്രെയിൻ എന്ന് പറയാനുണ്ടായിരുന്നില്ല, ഒരു കുഞ്ഞു കഷ്ണമാണ് പോയതല്ലേ. എൻജിൻ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഗേറ്റ് തുറന്നു. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം എന്നാണ് വിചാരിച്ചത്. ഈ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നതുകൊണ്ട് ബീച്ചിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ആറ്റുപുറത്ത് ചെന്നിട്ട് കാണാം. പക്ഷെ ആ യാത്രയുടെ ആ ഒരു ഗ്യാപ്പിൽ കളി കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ആളൊരിത്തിരി ഒരു ഡൗൺ ആണ്. പക്ഷെ എന്നാലും ഇത് പോവാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെയൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നതുകൊണ്ട് നമ്മൾ പോയിട്ട് അവിടെ ഇരുന്ന് ആദ്യം പോയിട്ട് ക്രിക്കറ്റ് കളി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാണ് പോണത്. ഇനി അവൾ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഷീലാമ്മയ്ക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആളങ്ങനെ തിരക്കുകളിലൊന്നും ഒക്കെ മാറി നിൽക്കണ, അങ്ങനെ വലിയ ആഘോഷങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത, ഒട്ടും ആഡംബരമില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ ഷീലാമ്മ. അപ്പോൾ ഷീലാമ്മയ്ക്ക് ചിലപ്പോൾ പരിഭവം ഉണ്ടാവും പറയാതെ വരണേൽ. കാരണം ഷീലാമ്മയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ കഴുത്ത് വരെ, തൊണ്ട വരെയും ഭക്ഷണം കഴിപ്പിച്ച് വയറ് നിറയ്ക്കണം. അപ്പോൾ നമ്മളിന്നിപ്പോൾ നൊയമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ അല്ലേ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ജിൻസിനെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ഷീലാമ്മ കണ്ടെങ്കിൽ തുറക്ക്, കണ്ടെങ്കിൽ തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾ വരുമെന്ന് വിചാരിച്ചാ ഓണാക്കണ്ടാണെങ്കിൽ ഇന്ന് വർത്തനം പറയണേ. കുളിച്ച് കുട്ടപ്പായിട്ട് ഒരു സാരി കൊടുക്കുക. വല്ലതുണ്ടോ തിന്നാൻ? എന്താടി നീ വിളിക്കണേ? യക്ഷിയാണ്, അതാണ് കറുത്തന്റെ മറയിൽ വിളിച്ചേക്കണ യക്ഷി. ചിരി മാത്രം വരുള്ളൂ അവിടെ. അവിടെ പ്രേതബാധയുണ്ട്. ക്രിക്കറ്റ് വെച്ച് കൊടുക്കടാ, ക്രിക്കറ്റ് വെച്ച് കൊടുക്ക. നീ ഇല്ല പോടന്ന്, നിന്നെ കിട്ടിയിട്ടില്ല. അയ്യോ, എന്നാ കൊല്ലം തന്നെ. ക്രിക്കറ്റ് ആണെങ്കിൽ ഒന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ. അടുത്ത ടീം എത്തി. ഫസ്റ്റ് വന്നവർക്കാ വണ്ടിയുടെ സ്ഥലം. ഓണാക്കിയിട്ടില്ലടി അമ്മു. നോട്ട് ഓൺ. അങ്ങ് അകലെയുള്ളവരെത്തി. നിനക്കൊക്കെ എന്താ എത്താൻ ഒരുമിച്ച് വരെയിരുന്നെങ്കിൽ ആ ഒരു വൈബ് കിട്ടിയനില്ല. ഇവിടെ വന്നപ്പോ എന്നിട്ട് വിളിക്കണേ? ഞാൻ കപ്പറശ്ശേരിയിലെത്തി. ഇപ്പൊ വിളിച്ചാണോ? എങ്ങനെയുണ്ടായി SSLC?
അമ്മു SSLC. അമ്മു SSLC. അനീഷിനെ വീഡിയോ കോൾ ചെയ്യാം നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് കൊടുത്തിട്ട് കാര്യമില്ല, ഒന്നും കൊടുത്തിട്ടില്ല. സർപ്രൈസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഒന്നുമില്ല. ആ സ്ഥായിയായ ഒരു ഭാവമുണ്ട്. ഇതില് നൈറ്റ്, ഇതിൽ നൈറ്റാണോ? ഇതില് നൈറ്റാ. ഏതെങ്കിലും ഒരു നൈറ്റ് വരുമ്പോൾ കൊടുത്തിട്ട് സാരി ഉണ്ട്. മുറിക്കാൻ നോക്കും. പൊട്ടിക്കണ വീഡിയോ എടുക്ക്. എന്റെ തലയിലെടുക്കട്ടെ. ആ കവറിലേക്ക് അഞ്ചടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കും കളി കാണണമെങ്കിൽ. എന്തൊരു ഭ്രാന്തളത്. അപ്പം പിന്നെ നമ്മൾ കേക്ക് കട്ടാനായിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണത്. അപ്പു വന്നിട്ടില്ല. അപ്പു വരണം. പിന്നെ അനീഷിനൊന്ന് നമുക്ക് വീഡിയോ കോൾ ചെയ്യണം. പിന്നെ അച്ചുവിനെ കൊണ്ടുവന്നില്ല. അച്ചുവിന് അടുത്ത ദിവസം +2 ബോർഡ് എക്സാം ആയതുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല. പിന്നെ അമ്മുക്കുട്ടിക്കും എക്സാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് ഫുഡ് കഴിക്കുക, കേക്ക് കട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, വീട്ടിൽ പോകുക. അതാണ് അടുത്ത ചടങ്ങ്. ഇല്ല ഇല്ല, അപ്പം ഞങ്ങളുള്ളപ്പോൾ പാത്തുമ്മാൻ്റെ ആടായിരുന്നു. ഓ അത് രസമായിരുന്നല്ലേ, അതിൽ ജീവിക്കായിരുന്നു നമ്മള്. പാത്തുമ്മാൻ്റെ ആട്. അപ്പൊ ഞാൻ കളി തിരിച്ചേ, ഞാൻ കളിച്ചാണ് ഞാൻ തിരിച്ചേ. എന്തുന്നടി വിട്ടു കൊടുക്കടി, കൊച്ചല്ലേ, എല്ലാം കണക്കാ, കൊച്ചല്ലേ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അമ്മച്ചി ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ഇതൊക്കെ നമ്മുടെ ഒരു
എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ഓൾറെഡി 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. പിള്ളേരൊക്കെ ഉറക്കത്തിൻ്റെ ഒരു വക്കിലാണ് നിൽക്കണേ. പിന്നെ എന്താ പറയുക, ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. മാർച്ച് 5 അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് എടുത്ത് വെച്ചെങ്കിലും പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ളൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ശരി, ടാറ്റ. ടാറ്റ വാ. അപ്പുറത്തെ വീഡിയോയിൽ കാണാം. വിഷമോ സന്തോഷോ? ഇരുട്ടാണ്, ഇരുട്ട്. വിളി മാമന്റെ പരീക്ഷ പാടാൻ റെഡ് മൂൺ കറക്കണ ജോലികളായി ഞങ്ങളെ പാടി